പിശാച്ചിയാക്കി മാറ്റിയില്ല. ഇന്ത്യയെ അവർക്കൊരു റാവൽപിണ്ടിയാക്കി മാറ്റാൻ പറ്റിയില്ല. ഈ കേരളത്തെ അവർക്ക് ഇറച്ചിക്കടയാക്കി മാറ്റാൻ പറ്റിയില്ല. കേരളത്തില് ഇസ്ലാമിനെ എതിർക്കുന്നവരുടെയൊക്കെ മാംസങ്ങൾ വെട്ടിയരിയുന്ന ഇസ്ലാമിക കേരളമാക്കി മാറ്റാൻ പറ്റിയില്ല. ക്രൂരമായിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊല 1921 നടന്നല്ലോ. എന്നിട്ട് വീണ്ടും ഹിന്ദുക്കളെ ക്രൂരമായി വഞ്ചിച്ച് അതിനെ സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിച്ച് കൊലയാളികൾക്ക് എന്തെല്ലാം രൂപത്തിലുള്ള ആധുനിക പരമോന്നത ബഹുമതികളാണ് നൽകുന്നതെന്ന് കണ്ടോ? ഹിന്ദുക്കളുടെ തലകൾ ഏറ്റവും കൂടുതൽ വെട്ടിയരിഞ്ഞ ആളുകൾക്ക് പിന്നീട് വന്ന സർക്കാരുകൾ സ്വാതന്ത്ര്യ സമര പെൻഷൻ, കാർഷിക പെൻഷൻ നൽകി. ഹിന്ദു വിരുദ്ധരായിട്ടുള്ള, കാഫിർ വിരുദ്ധരായിട്ടുള്ള മുസ്ലിം പ്രീണകർ ഇവരുടെ പാർട്ടികളിൽ കയറിപ്പറ്റി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അധികാര കസേരകളിൽ കയറിപ്പറ്റിയപ്പോൾ അധികാരത്തിന്റെ ലഹരികൾ ഇവരുടെ തലച്ചോറിലെ, ഇവരുടെ സിരകളെ മതിച്ചു. അപ്പോൾ ഇവർക്ക് എതിർത്തൊന്നും പറയാൻ തോന്നിയില്ല. ആടി കളിക്കടാന്ന് പറഞ്ഞപ്പോൾ ആടി, ചാടി കളിക്കടാന്ന് പറഞ്ഞപ്പോൾ ചാടി. 1921 മലബാർ കലാപത്തിൽ മാപ്പിളമാര് കീഴടക്കിയ തറവാടുകളിലെ സ്ത്രീകളെ അതിക്രൂരമായി ബലാത്കാരം ചെയ്യാൻ മാപ്പിളമാർക്ക് പ്രചോദനം നൽകിയത് ഖുർആനാണ്. അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ, കാഫിറായിട്ടുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്യാൻ അവരെ നിങ്ങൾക്ക് അല്ലാഹു അനുവദിച്ചു നൽകിയതാണ് എന്ന് പറഞ്ഞു. ആ ഖുർആൻ വാക്യങ്ങൾ അക്ഷരാഭ്യാസമില്ലാത്ത ഭൂരിഭാഗത്തിന് മനസ്സിലായി. മുസ്ലിം പണ്ഡിതന്മാരായിട്ടുള്ള ഇസ്ലാമിക അധ്യാപനങ്ങളെ കുറിച്ച് നന്നായി അറിഞ്ഞ വാരിയം കുന്നനെ പോലെയുള്ള വർഗീയവാദികളായ, തീവ്രവാദികളായ, കൊലപാതകികളായിട്ടുള്ള കലാപകാരികൾക്ക് ഈ ഖുർആൻ വാചനം ഓതിക്കൊടുത്തതാണ് അന്ന് ദർസുകളിൽ ഇരുന്ന ഉസ്താദ്മാർ. ഇന്ന് അവന് വേണ്ടിയിട്ട് സ്മാരകം പണിയണം എന്ന അവസ്ഥ കേരളത്തിലെത്തിയെങ്കിൽ കേരളം എത്രമാത്രം ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കാം. ഈ ഖുർആൻ വചനത്തിന്റെ പ്രചോദനത്തിലാണ് ഇറാഖില് ഐസിസ് ഭീകരവാദികള് അടിമകളാക്കിയ ആയിരക്കണക്കിന് യസീദി വനിതകളെ നിഷ്ഠൂരമായി ഇവര് ബലാത്കാരം ചെയ്തത്. ഈ ഖുർആൻ വചനമാണ് 1985-86 ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ ZS ലോഹത്ത് എന്ന് പറയുന്ന ജഡ്ജ് എഴുന്നേറ്റ് നിന്ന് ഈ പുസ്തകം കയ്യിലെടുത്തിട്ട് ചോദിച്ചു, ഇതെങ്ങനെയാണ് മാനവികതയുടെ പുസ്തകമാകുന്നത്? ഇതെങ്ങനെയാണ് ദൈവിക പുസ്തകമാകുന്നത്? അന്യ മനുഷ്യന്മാരെ മതത്തിന്റെ പേരിൽ തലയെറുക്കാൻ കൽപ്പിക്കുന്ന ഈ പുസ്തകം ഇതെങ്ങനെ ദൈവികമാകും എന്നതാണ് ചോദ്യം. ഇത്തരം ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാഖിൽ ഐസിസ് ഭീകരവാദികളായിട്ടുള്ള ആളുകൾ അടിമകളാക്കിയ ആയിരക്കണക്കിന് യസീദി സ്ത്രീകളെ നിഷ്ഠൂരമായി ബലാത്കാരം ചെയ്തു. നമ്മളത് കാണും. ഈ ഖുർആനായത്ത് ജനങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ, ഇസ്ലാമിക അധ്യാപനങ്ങൾ എന്താണ് എന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ, മുസ്ലിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഇസ്ലാമിക രാജ്യം എത്രമാത്രം അപകടകരമാണ് എന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എന്റെ തല പോകുമെങ്കിൽ സന്തോഷത്തോടു കൂടി ഞാനത് സ്വീകരിക്കും. ഒരു കുഴപ്പമില്ല, ഇത്ര കാലം ജീവിച്ചിരിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ഖുർആൻ ഒരു മതേതര സമൂഹത്തിന് എത്രമാത്രം അപകടകരമാണ് എന്ന് പറയാതെ പറ്റില്ല. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശില് നിഷ്കളങ്കരായിട്ടുള്ള ഹിന്ദു യുവതികൾ ഇസ്ലാമിക ഭീകരന്മാരാൽ ബലാത്കാരം ചെയ്യപ്പെട്ട്, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട്, നാടിന്റെ തെരുവോരങ്ങളിൽ കിടന്ന് വിറങ്ങലിച്ച് തുണിയില്ലാതെ ഇവരുടെ പീഡനങ്ങൾക്കിരയായി കൊല ചെയ്യപ്പെട്ടത് ഖുർആൻ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ. നാളുകളിൽ ഈ ഭാരതത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ടൊരു കലാപമുണ്ടായി എന്നൊന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു എന്ന് സങ്കല്പിക്കാം. ഈ കലാപത്തില് മുസ്ലിങ്ങൾ കീഴടക്കിയ, പാകിസ്ഥാൻ കീഴടക്കിയ കാഫിറുകളുടെ വീടുകളിലെ സ്ത്രീകളെ സംബന്ധിച്ച് ചിന്തിച്ചു. ഖുർആനിലെ ഒരു വള്ളിക്കോ പുള്ളിക്കോ തിരുത്താൻ അവകാശമില്ല. ഈ ഖുർആനായത്ത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു.
അത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് എന്ന് വിശ്വസിച്ച് കാഫിറുകളുടെ വീടുകളിലേക്ക് ഇരച്ചു കയറി ആ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇവർ ഏത് രൂപത്തിൽ പീഡിപ്പിക്കുമെന്ന് ചിന്തിച്ചു. അവര് പിടിച്ചടക്കി. പിന്നീട് എന്താണ്, മാമലക്കത്ത് ഐമാനുക്കും ഇതൊക്കെ അവർക്ക് അള്ളാഹു അനുവദിച്ച് നൽകിയതാണ്. ഇത് തന്നെയല്ലേ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലും ചെയ്തത്. നമ്മുടെ തുടയിൽ നുള്ളാൻ കാത്തിരിക്കണ്ടല്ലോ, മറ്റവർക്ക് നുള്ളിയ നോവലിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാ പോരെ. ഈ മതം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മതരഹിതന്റെയും ഇതര മതവിഭാഗങ്ങളുടെയും നികുതി ഉപയോഗിക്കുന്ന പണം മദ്രസാധ്യാപകർക്ക് ശമ്പളമായി വിവിധ ആനുകൂല്യങ്ങളായിട്ട് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ കഴിവുകേടാണ്. ഒരാൾ നമ്മളെ പറ്റിക്കുന്നു എന്ന് വന്നാൽ അവരുടെ കഴിവും മികവും മിടുക്കുമല്ല, നമ്മുടെ കഴിവുകേട് കൂടിയാണ്. ഇതാണ് അൽ കേരളത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഖുർആൻ വചനം. ഇത് നമ്മൾ ഈ ഖുർആൻ വചനങ്ങൾ പറഞ്ഞ് ഇതാണ് ഈ ഗ്രന്ഥത്തിലുള്ളതെന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളിലും ഉണ്ട് എന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവരോട്, അവരൊക്കെ ഈ മതനിയമങ്ങളും പൊക്കിപ്പിടിച്ചിട്ട് ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഒരു കയ്യിലെ കിതാബും മറുകൈയിൽ വാളും അല്ലാഹു അക്ബറുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ നമ്മളും അവർക്കെതിരെ തിരിയും. ലോക അവസാനം വരെ ഈ മതഗ്രന്ഥങ്ങളിൽ പറയുന്ന അതേ വാചകങ്ങൾ വള്ളി പുള്ളി വിടാതെ പ്രാവർത്തികമാക്കണം എന്ന 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഖുർആനിന്റെ കൽപ്പനകളാണ് ഇവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ കൽപ്പനകളാണ് അപകടകരമാണ് എന്ന് നമ്മൾ പറയും. ഖുർആനിനകത്തുള്ളത് നിങ്ങൾ ആരും തുറന്നു പറയാൻ പാടില്ല എന്ന, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവനെ ഇല്ലാതാക്കുന്ന ആളുകൾ. ഈ മതഗ്രന്ഥങ്ങളിൽ അതുണ്ടോ ഇല്ലേ, അതിന്റെ അർത്ഥം അതാണോ അല്ലേ, ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. അനേകം വചനങ്ങളിലൂടെ കാഫിറുകളായിട്ടുള്ള ആളുകൾ നമുക്ക് ബലാത്കാരം ചെയ്യാൻ അള്ളാഹു അനുവദിച്ച് നൽകിയതാണ് എന്ന് പഠിപ്പിക്കുന്നു. കാഫിറായിട്ടുള്ള, ഇപ്പം ഇത് തന്നെയല്ലേ ജൂതന്മാരും ചെയ്തത്, ജൂതന്മാർക്കെതിരെ ഹമാസും ചെയ്തത് അത് തന്നെയല്ലേ. കാരണം അള്ളാഹു നമ്മളോട് പറഞ്ഞതാണത്. അള്ളാഹു നമ്മളോട് പറഞ്ഞ കാഫിറായിട്ടുള്ള സ്ത്രീകളെ ബലാത്കാരം ചെയ്യണം എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞത് അവര് പ്രാവർത്തികമാക്കി എന്നുള്ളതേ ഉള്ളൂ. സത്യവിശ്വാസികളെ സംരക്ഷിക്കാൻ അവർ മറന്നിട്ടില്ല കേട്ടോ. പിന്നീട് അടുത്ത മനുഷ്യരാണ് ഞാൻ എന്ന് എഴുതിയിട്ടേക്കാം. കാഫിറായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാം മത വിശ്വാസികൾക്ക് ബലാത്കാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ്. അവർക്ക് പീഡിപ്പിക്കാൻ, ആസ്വദിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് തന്നെയല്ലേ സാക്കിർ നായിക്കും പറഞ്ഞത്. കാഫിറായിട്ടുള്ള സ്ത്രീകളെ നമുക്ക് അള്ളാഹു അനുവദിച്ച് നൽകിയതല്ലേ. കാഫിറായിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യനൊന്നും അല്ലല്ലോ, അവർക്ക് വേദനകളില്ല, പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല, അവർക്കതൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അവരെ കയറി നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ള അനുമതി ഖുർആൻ നൽകുന്നതാണ്. ഇവര് 1921 ഒരവസരം കിട്ടിയാൽ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാൻ പറ്റുമോ എന്ന് കാത്തിരിക്കുമ്പോഴാണ് കേരളം മൊത്തം BJPയുടെ അണ്ടറിൽ പോയത്. 45 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷനുകൾ ഒക്കെ പോയി. എന്തുകൊണ്ടാണെന്ന് ഭരിച്ചു മുടിച്ച ഒരു ജനത, അവരുടെ അമിതമായിട്ടുള്ള മുസ്ലിം പ്രീണനം,
അപകടമായപ്പോൾ മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കാണിച്ചു. ഇത് കണ്ടോ, SDPIയുടെ 2 സാരഥികളാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ. രണ്ടുപേരും മക്കനെയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. SDPI തന്നെയാണല്ലോ സ്ഥാനാർത്ഥികള്. ഇവര് ഭൂരിപക്ഷമായാൽ ഇവിടെ തട്ടമിടേണ്ടി വരുന്നത് ഇവിടത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരിക്കുമെന്ന് കാണിച്ചു തരുവാണ്. ഇവരുടെ പേര് നിങ്ങൾ കണ്ടോ? ഒന്ന് നിമ്മി ഫ്രെഡറിക്. നിമ്മി ഫ്രെഡറിക് മതം മാറി. പുതിയ സ്വീകരിച്ച പേര് ഡിക്ലെയർ ചെയ്തിട്ടില്ല. വേണി കൃഷ്ണ. വേണി കൃഷ്ണ. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോ SDPIക്കാര് ഇപ്പോൾ പുതിയ ഒരു മതേതര മുഖച്ഛായയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഞങ്ങള് 916 മതേതരന്മാരാണ് എന്നൊന്ന് കാണിച്ചു തരും. കാരണം ഞങ്ങളെ നിങ്ങൾക്കിപ്പോൾ വിശ്വസിക്കാം, ഞങ്ങൾ അപകടകാരികളൊന്നും അല്ല, ഞങ്ങൾ നല്ല മതേതരന്മാരാണ് എന്നൊക്കെ അവർ പറഞ്ഞു വെക്കുവാണ്. തോറ്റതിൻ്റെ അമർഷം ചെറുതല്ല കേട്ടോ. വളരെ ചെറുതല്ല. ഇപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞാല് വർഷങ്ങൾ എത്രയായി, ആരുടെ കയ്യിലായിരുന്നു? ഇപ്പോ നമ്മുടെ മേറൂട്ടി തോറ്റത് കണ്ടല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDAയുടെ വിജയം, BJPയുടെ വിജയം നമ്മൾ കാണുവാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനെ ലക്ഷ്യമിട്ടിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് കൗൺസിൽ അംഗമായിട്ടുള്ള ഗായത്രി ബാബു രംഗപ്രവേശം ചെയ്തു. പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആര്യക്കെതിരായിട്ടുള്ള ഒരു വിമർശനം. ആര്യ രാജേന്ദ്രന്റെ കൗൺസിലിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു ഈ ഗായത്രി ബാബു. അപ്പൊ ചെറിയ പുള്ളിയല്ലല്ലോ. ശരിക്കും ഇവരെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ ഒരു പോസ്റ്റ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് LDFന്റെ ജനകീയത ഇല്ലാതാക്കി. തന്നെയുമല്ല, അടിസ്ഥാന കാര്യങ്ങൾ അവഗണിച്ചു എന്നും പാർട്ടിയേക്കാൾ വലുതാണ് താനെന്ന ഭാവവും തന്നേക്കാൾ താഴ്ന്നവരോട് അവർക്ക് പുച്ഛവുമാണെന്ന് ഗായത്രി ബാബു ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെ ഇതിനകത്തു നിന്ന് താഴെ ഇറക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് ചിന്തിക്കണം. ഞാൻ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ട് അഹങ്കരിച്ചാൽ 3 പേര് വിചാരിച്ചാൽ ഈ ചാനൽ ഇല്ലാതാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ വിചാരിച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. ഇപ്പോ തിരുവനന്തപുരത്തിന് നന്ദി പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിന്റെ വലിയ വഴിത്തിരിവാണ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി രംഗത്ത് വന്നു. ഭരണവിരുദ്ധ വികാരം എന്താണ് എന്ന് കണ്ണൂരും ശരിക്കും മനസ്സിലാക്കി അല്ലെ? അപ്പോ ജനങ്ങൾ മനസ്സിലാക്കുവാണ് കാര്യം. തെരഞ്ഞെടുപ്പിലെ പരാജയം രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മുൻ MLA രംഗത്ത് വരുന്നു. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDAയുടെ വിജയം ആര്യ രാജേന്ദ്രന് നന്ദി പറഞ്ഞ് BJP പ്രവർത്തകർ രംഗത്ത് വന്നു. കാരണം അവരുടെ കെടുകാര്യസ്ഥത. ഇടത് സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു. വർഗീയത മാത്രമാണ് ഇടതു മുന്നണിയുടെ തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞ് VD സതീശനും രംഗത്ത് വന്നു. സെമി ഫൈനൽ മത്സരത്തില് LDFന് റെഡ് കാർഡ്. 2026 മെസ്സി വന്നില്ലെങ്കിലും UDF വരുമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആൾക്കാർ തന്നെ അവരെ ട്രോളുവാണ്. പാലക്കാട് നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് BJP 25 വാർഡുകളിലാണ് മിന്നുന്ന വിജയം കാഴ്ചവെച്ചത്. അതാ ജനങ്ങൾ, അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യവും. അതുപോലെ ആ തൃപ്പുണിത്തുറ നഗരസഭയില് മിന്നുന്ന വിജയമാണ് BJP കരസ്ഥമാക്കിയത്. അപ്പോ ജനങ്ങള് മാറുന്നു. ഇവരുടെ, നമ്മൾ ആരെയാണോ വോട്ട് ചെയ്ത് അധികാര കസേരയിൽ ഇരുത്തിയത്, അവർ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം ഇല്ലാതാക്കുകയും ശ്രമിച്ച് മതഭീകരവാദത്തെയാണ് വളർത്തുന്നത് എന്ന് മനസ്സിലാക്കും. ഒരുപാട് പ്രസ്താവനകൾ ഇനി ഉടനെ വരും. ഞങ്ങൾക്ക് അതാണ് പറ്റിയത്, ഇതാണ് പറ്റിയത്, മറ്റേതാണ് പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് രംഗത്ത് വരും കേട്ടോ. അതായത് മണി സാറ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പോ LDFന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ വോട്ടർമാരെ അവഹേളിച്ച് മുതിർന്ന CPM നേതാവ് MM മണിയുടെ പ്രസ്താവനയാണെന്ന് വൈറലായി നിൽക്കുന്നത്. വോട്ടർമാരെ നന്ദിയില്ലാത്തവർ എന്നാണ് മണി വിശേഷിപ്പിച്ചത്.
ജനങ്ങള് ആനുകൂല്യങ്ങൾ വാങ്ങിയെടുത്തു, എന്നിട്ട് നന്ദികേട് കാണിച്ചെന്നാണ് മണി ആശ പറയുന്നത്. മണിയുടെ വിവാദപരമായിട്ടുള്ള വാക്കുകൾ ഒരുപാടുണ്ട്. ഇതെല്ലാം വാങ്ങിച്ചിട്ട് എത്ര ഭംഗിയായിട്ടാണ് ആളുകൾ ശാപ്പാട് കഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഏതോ തക്കതായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള വികാരത്തിനെതിരെ വോട്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നതെന്നാണ് മണിയാശ പറയുന്നത്. നന്ദികേടില്ലാതെ പിന്നെ അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനങ്ങൾ, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടികൾ ഇതുപോലെ കേരളത്തിന്റെ ചരിത്രങ്ങളിൽ ഇതുവരെ നടന്നിട്ടുണ്ടോ എന്നാണ് മണിയാശാൻ ചോദിക്കുന്നത്. ഇതൊക്കെ വാങ്ങി നല്ല ഭംഗിയായിട്ട് ശാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായിട്ട് നമുക്കിട്ടിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ച് ഇഷ്ടം പോലെ തിന്നു, എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തെന്ന് പറഞ്ഞാല് അതിന്റെ പേര് ഒരുമാതിരി പിറപ്പ് കേട്, പിറപ്പ് പണി എന്ന് പറയുമെന്ന് ആശ പറയും. അപ്പോ നിങ്ങൾ എനിക്കൊരു ചായ മേടിച്ചു തന്നാൽ അതിന്റെ മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ എന്ന് മണി ചോദിക്കുന്നു. ഇത് ഈ നിസ്സഹായതയുടെ അവസാന വാക്ക് എന്നൊക്കെ പറയും. അപ്പോ ചായ മേടിച്ചു കൊടുത്തത് കൊണ്ടല്ല വോട്ട് ചെയ്യേണ്ടത്. നാടിന് വികസനങ്ങള്, ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, അതോ മതഭീകരതയുടെ തൊഴുത്തിൽ കൊണ്ടുപോയിട്ട് ഈ നാടിന്റെ മതേതരത്വത്തെ കെട്ടാനാണോ ശ്രമിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയും. ഇനിയും ആളുകൾ തിരിച്ചറിയും. നിങ്ങൾ എന്താണ് ഈ നാട്ടിൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ശരിക്കും തിരിച്ചറിയും. പണ്ട് ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് BJP പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സമയം ഒന്ന് ഓർത്തെടുക്കുക. വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ആ ഇലക്ഷനിൽ പരാജയപ്പെട്ട സമയത്ത് അദ്വാനി പോലും നിരാശനായി. അങ്ങനെ പരാജയത്തില് എല്ലാവരും തകർന്നിരിക്കുന്ന സമയത്ത് അടൽ ബിഹാരി വാജ്പേയി അദ്വാനിയോട് ചോദിക്കുവാണ്, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? മനസ്സിലായോ? എന്നാ പിന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? അല്പം ഒന്ന് ചിന്തിച്ചിട്ട് അദ്വാനി അടൽ ബിഹാരി വാജ്പേയിയോടൊപ്പം സിനിമയ്ക്ക് പോയി. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി. ആ നിരാശയ്ക്ക് വെറും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ അവർ നൽകിയുള്ളൂ. കാരണം എന്തെന്നറിയാമോ? കഴിഞ്ഞത് കഴിഞ്ഞു, വരാൻ പോകുന്ന ഭാവി കാലത്തിലേക്ക് വേണ്ടി ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാകണമെങ്കിൽ വന്നുപോയ വീഴ്ചയെ കുറിച്ച് നിരാശപ്പെടുകയല്ല വേണ്ടത്. വന്നുപോയത് എന്തുകൊണ്ടാണ് എന്ന് പഠിക്കണം. അത് പഠിച്ച് ആ മേഖലയിൽ കർമ്മനിരതരാകാൻ കഴിയണമെങ്കിൽ മൈൻഡ് ഫ്രഷ് ആകണം. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞു. ഡൽഹി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കുന്നു. നിലവിൽ BJP തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. എന്തിനാണ്? ഡൽഹിയിൽ തന്നെ BJP ഭരണത്തിൽ കയറിയത്. പിന്നീട് രാജ്യം ഭരിക്കാൻ അതേ ഡൽഹിയിൽ BJPയുടെ നേതാക്കൾ എത്തുന്നു. 2014 ശേഷം BJP രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും BJP തന്നെ ഭരണം തുടങ്ങിയപ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില പാഠങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ഒരു സീറ്റ് പോലും പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ, അങ്ങനെ ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. പിന്നീട് അവിടെ തന്നെ അധികാരികളായി നമ്മൾ വന്നത് അടൽ ബിഹാരി വാജ്പേയി എന്ന അതികായൻ പോലും തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. തോൽവി അംഗീകരിക്കുന്നവർക്ക് മാത്രമേ വിജയത്തിന്റെ മൂല്യം മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ ഒരു വർഷത്തിന്റെ മൂല്യം ഒരാളോട് ചോദിക്കണമെങ്കിൽ ഡിഗ്രിക്ക് തോറ്റ, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, മെഡിസിൻ, അങ്ങനെ എന്തെങ്കിലും തോറ്റവനോട് ചോദിക്കണം എന്താടാ ഒരു വർഷത്തിന്റെ വിലയെന്ന് അവൻ പറഞ്ഞു തരും. ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടവനോട് ചോദിക്കണം, ഒരു നിമിഷത്തിന്റെ വ്യത്യാസം അവൻ പറഞ്ഞു തരും. അത്ലറ്റിക്സിൽ തോറ്റവനോട് ചോദിക്കണം, ഒരു നിമിഷത്തിന്റെ വ്യത്യാസം, അതിന്റെ വില എന്താണ് എന്ന് അവൻ പറഞ്ഞു. ബസ് പോയി, ഒരു മിനിറ്റിന്റെ വ്യത്യാസം എന്താണ്, അതിന്റെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോ ജീവിതത്തിൽ തോൽവി എന്താണ് എന്നറിയണം. പട്ടിണി അറിയുന്നവനു മാത്രമേ ഭക്ഷണത്തിന്റെ മൂല്യം മനസ്സിലാകൂ. എൻ്റെ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഇന്നും ഇഡ്ഡലി തന്നെയാണോ എന്ന് ചോദിക്കും. ആ ഒരാഴ്ച മൊത്തം ഞാൻ ഇഡ്ഡലിയാ കൊടുക്കുക. ആ ഇഡ്ഡലി കിട്ടാത്ത വിഷമം മനസ്സിലാക്കണ്ടേ?
ഓ, വിശപ്പിന്റെ വേദന അറിയുന്നവനെ ഭക്ഷണത്തിന്റെ ആ ഒരു സുഖം, അതിന്റെ വില മനസ്സിലാകൂ. അത് തന്നെയാണ് അടൽ ബിഹാരി വാജ്പേയിയും അദ്വാനിയും ഒക്കെ ഈ രാജ്യത്ത് വരച്ചിട്ടിട്ട് പോയത്. തോൽവി അംഗീകരിക്കണം, പരാജയം അംഗീകരിക്കണം, എന്നിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ആ തോൽവികളിൽ നിന്ന് BJP ഉൾക്കൊണ്ട പാഠങ്ങളാണ് ഇന്നത്തെ ഈ വിജയത്തിന്റെ പിന്നിലുള്ള പരിണിതം. ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരെ നേട്ടങ്ങളിലേക്ക് നയിച്ചു. തിരുവനന്തപുരം പോലെ ഒരു നഗരസഭ പിടിച്ചത് മേയറായിരുന്നവരുടെ കഴിവ് കേടുകൊണ്ടല്ല, ഇവരുടെ കഴിവ് കൊണ്ടും സത്യസന്ധത കൊണ്ടും ആദർശവും കർമ്മ മേഖലയിലെ നൈപുണ്യം കൊണ്ടും. അവരുടെ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, ആദർശം, രാജ്യസ്നേഹം, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ആക്കി ജനങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചതുകൊണ്ടുകൂടിയാണ്. ആരുടെയും വീഴ്ചകളിൽ നിന്നല്ല എന്റെ പ്രസ്ഥാനം ഇന്നോളം വിജയം നേടിയിട്ടുള്ളത്. അത് സ്വന്തമായി പ്രവർത്തിച്ച് അർഹതയോടുകൂടി നേടിയെടുക്കുന്നത് തന്നെയാണ് എന്ന് നരേന്ദ്രമോദി വെളിപ്പെടുത്തുവാണ്. നമ്മൾ എന്താണ് എന്തല്ല എന്ന് വിളിച്ചു പറയുന്നതിനേക്കാൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണമെന്ന്. ഒരു കാലത്ത് BJPക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് BJP ഒക്കെ ജയിക്കുമോ മോനെ എന്ന ചോദ്യത്തിൽ നിന്ന് BJP എവിടെയൊക്കെ ജയിക്കും, എവിടെയൊക്കെ നേട്ടം കൊയ്യും, നേട്ടം കൊയ്യുന്നത് ആരൊക്കെയാണ്, ആരൊക്കെ വീഴും എന്ന രൂപത്തിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു പ്രീ പ്രഡിക്ഷനിലേക്ക് മാറി. കേരളം BJPയുടെ കൈകളിലെത്തും, എഴുതി വെച്ചു. ഈ പോക്കാണെങ്കിൽ അധികം താമസം വരില്ല. കേരളത്തിൽ ഇനി നിങ്ങളുടെ ഒരുടായിപ്പും നടക്കാത്ത വിധം ആനിക് സ്പ്രേയുടെ പരസ്യം പോലെ ഇടതനെയും വലതനെയും തീവ്രവാദ സംഘടനകളെയും ഒക്കെ എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് BJP അല്ല എറിയുന്നത്, ജനങ്ങളായിരിക്കും. നിലവിൽ BJPക്ക് വേണ്ടി മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരിലേക്ക് നോക്കണം. അവര് പാഠം ഉൾക്കൊണ്ട് അവിടെ തന്നെ നിന്ന് എന്താണോ ആ ജനങ്ങൾക്ക് വേണ്ടത്, അവർക്ക് തടയപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ അവിടെ നിൽക്കണം. ജയിച്ചവർ വിജയത്തിൽ അഹങ്കരിക്കാതെ തങ്ങൾക്ക് കൂടുതൽ ബാധ്യതകളാണ് തങ്ങളുടെ മേൽ ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ കൂടുതൽ പ്രവർത്തിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്നവരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അതൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരിക്കും. അതിനുവേണ്ടി കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. അതായത് അടൽ ബിഹാരി വാജ്പേയിയും അദ്വാനിയും ഒക്കെ ഒരു സിനിമയ്ക്ക് പോയല്ലോ. അവര് അന്ന് കണ്ട സിനിമ ഫിർ സുബാഹ് ഹോഗി. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ടായ കാലം മുതൽ ഈ നിമിഷം വരെ തങ്ങളെ തളരാതെ ഊർജസ്വലതയോടുകൂടി പിടിച്ചു നിർത്തുന്ന പ്രതീക്ഷകൾ എന്താണെന്നറിയാമോ? ഫിർ സുബാഹ്, പുതിയ പ്രഭാതം പുലരുക തന്നെ ചെയ്യും. ഫിർ സുബാഹ് ഹോഗി, പുതിയ പ്രഭാതം പുലരും. അതെ, നമുക്ക് വേണ്ടത് നമ്മളെ ഇല്ലാതാക്കുന്ന, നമ്മളെ വ്യക്തിപരമായി വീണ്ടും വീണ്ടും നമ്മളെ അടിച്ച് താറടിക്കുന്ന രൂപത്തിലുള്ള രാഷ്ട്രീയമല്ല, മറിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന, ഈ നാടിനു വേണ്ടി വാചാലമായി നമുക്ക് എടുക്കാൻ വയ്യാത്ത ഭാരങ്ങൾ എടുത്തു വെക്കുന്നവരെ അല്ല, മറിച്ച് നമുക്ക് തടയപ്പെട്ട അവകാശങ്ങൾ സുലഭമായി അവരുടെ ഔദാര്യം പോലെയല്ല, അവകാശം പോലെ നമ്മളുടെ കരങ്ങളിൽ എത്തിക്കുന്ന രൂപത്തിൽ ഒരു സ്ഥാനാർത്ഥിയല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മത്സരാർത്ഥി നമ്മളോടൊപ്പം നിൽക്കണം. നമ്മൾ എന്താവശ്യത്തിന് വിളിച്ചാലും നമ്മളോടൊപ്പം നിൽക്കും എന്ന് വിശ്വസിക്കാൻ കഴിയണം. നമുക്ക് ഇവിടെ നമ്മുടെ അടുത്ത് ഇവിടെ നിന്ന് മത്സരിച്ച വ്യക്തി, ഞാനിവിടെ വന്ന കാലം മുതലേ ഞാനുമായിട്ട് നല്ല സൗഹൃദമാണ്. ഒരിക്കല് വണ്ടിയില്ല, അപ്പോൾ ഞാൻ പോയിട്ട് ആ വണ്ടി എനിക്കൊന്ന് വേണം എന്ന് പറഞ്ഞ ഉടനെ താക്കോല് അപ്പോഴേ എൻ്റെ കയ്യിൽ തന്നു. ഹെൽമെറ്റും തദ്യം പറഞ്ഞു, വേണ്ട ഹെൽമെറ്റ് ഞാൻ വേറെ വീട്ടിൽ നിന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു അടുത്ത വീട്. പിന്നെ ഹെൽമെറ്റും എടുത്തു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും അവൻ വീട്ടിൽ വന്ന് പറയണം, ടീച്ചറോട് വണ്ടി വീട്ടിൽ വെക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ സൗകര്യം പോലെ എടുത്തോളാമെന്ന്. എപ്പോഴാണോ ആവശ്യം, എന്നിട്ട് എനിക്കൊരു പെയർ ചാവി കൂടി തരാൻ തയ്യാറായി. വേണ്ട,
എന്താവശ്യമുണ്ടെങ്കിലും ശരി ചിരിച്ചുകൊണ്ട് വരും. എനിക്ക് പഞ്ചായത്തിൽ ഇങ്ങനെ പോലെ ഒരു ആവശ്യമുണ്ടോ, ടീച്ചർ കൊണ്ടുവന്നാൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. അന്ന് പിന്നെ അധികാരമൊന്നുമില്ല. സ്ഥാനാർത്ഥിയാകുമെന്നോ മത്സരിക്കുമെന്നോ വിജയം കരസ്ഥമാക്കുമെന്നോ ഒന്നും യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത സമയത്ത് സരീശ്വരൻ വീട്ടിലേക്ക് വരണടാന്ന് പറഞ്ഞാൽ അവരും. അങ്ങനെയുള്ള ഒരു സമര നേതാവിനെയാണ് നമുക്ക് വേണ്ടത്. ഒന്നിനും വേണ്ടിയല്ലാതെ. അവർക്ക് പണം വേണ്ട, അവർക്ക് അധികാരം വേണം. എന്തിനാണെന്നറിയാമോ? ജനങ്ങൾക്ക് തടയപ്പെട്ട സൗകര്യങ്ങൾ, ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ജയിക്കേണ്ടത്. അല്ലാതെ ഇപ്പോ ഈ വിജയത്തില് ഒരു പക്ഷേ അഹങ്കരിക്കുന്ന ഒരു BJP ആളെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ശക്തരായിട്ടുള്ള നേതാക്കന്മാരുണ്ട്. ഈ വിജയത്തിൽ അഹങ്കരിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് വലിയ രൂപത്തിൽ തലവേദനകളാണ്, കൂടുതൽ ഉത്തരവാദിത്വങ്ങളാണ് കയ്യിൽ വന്നിട്ടുള്ളത്. നാടിന് വേണ്ടി നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് അധികാര കസേരയിൽ നിങ്ങളെ ഇരുത്തിയ ആളുകളോട് നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചിട്ടില്ലെങ്കിൽ ആ കേറിയ അതേപോലെ തന്നെ നിങ്ങളെ താഴെ ഇറക്കാനും ഞങ്ങൾക്ക് പറ്റും എന്നതാണ് ഈ ജനാധിപത്യത്തിന്റെ ഒരു മാധുര്യം. ഇനിയും ഒരു കേരള സ്റ്റോറി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്തായിരുന്നു, എന്താകരുത് എന്ന് പറയാൻ രാജ്യത്തെ സേവിക്കുന്ന രാഷ്ട്ര സേവകരുണ്ടാകണം. ഇപ്പോ കേരള സ്റ്റോറി എന്തിനാ ഇവര് തടഞ്ഞു വെച്ചത്? കേരളത്തിന്റെ ശരിയായ സ്റ്റോറി ലോകം അറിയരുത് എന്ന് ഇവർ ആഗ്രഹിച്ചു. പക്ഷേ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും പ്രഗ്നൻസി ജിഹാദും ചതിക്കൽ ജിഹാദും ആടുമേക്കലും ഒക്കെ കേരളത്തിൽ ചർച്ചയായില്ലേ? ആയില്ലേ? ഒരു സിനിമ വന്നു, ഗോദ്ര കലാപം. ഒന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. ഗുജറാത്ത് കലാപം. ശരി, അപ്പൊ ഗോദ്രയിലെ തീവണ്ടി തീവപ്പ് പറയണ്ടേ? ജനങ്ങൾ അത് അറിഞ്ഞില്ലേ? ഇവരെത്ര കണ്ടു മറച്ചു വെക്കാൻ ശ്രമിച്ചോ അത്ര കണ്ട് ജനങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞില്ലേ? കേരള സ്റ്റോറി എന്താണ്? കേരളത്തിൽ നിന്നും രാജ്യത്തിന് പുരസ്കാരവും ബഹുമതിയും വാങ്ങുന്നതിന് വേണ്ടി പോയവരല്ല നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും മെറിൻ ജേക്കബും തുടങ്ങിയ കുട്ടികളൊക്കെ. റാഷിദ് അബ്ദുള്ളയൊന്നും രാജ്യത്തിന് എന്തെങ്കിലും രൂപത്തിൽ പുരസ്കാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ നിർത്താൻ വേണ്ടി പോയവരല്ല. ഈ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി, ഇരുമ്പ് നികൃതിപ്പിക്കാൻ വേണ്ടി പോയവരാ. ഈ രാജ്യത്തെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി കൂടുതൽ അനുയായികളെ ഉണ്ടാക്കാൻ, ആയുധ പരിശീലനം നേടിയിട്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അനുയായികളെ ഉണ്ടാക്കാൻ പോയവരാ. ആ സമയത്ത് അയ്യോ ലവ് ജിഹാദ്, എന്തുവാണ് ഈ ലവ് ജിഹാദ്, എന്തുവാണ് ഈ നാർക്കോട്ടിക് ജിഹാദ്? ജനങ്ങൾ മനസ്സിലാക്കി. പെൺകുട്ടികളെ പ്രേമിക്കുക എന്താണ്? പെൺചിലന്തികൾ, കുറച്ച് മുസ്ലിം കൂട്ടുകാരികൾ വരും നമ്മുടെ കൂടെ. അവര് ഇസ്ലാമിനെ കുറിച്ചിട്ടും മുസ്ലിങ്ങളെ കുറിച്ച്, പർദ്ദയെ കുറിച്ച്, നിക്കാരത്തെ കുറിച്ച്, നോമ്പിനെ കുറിച്ചൊക്കെ നമ്മളോട് ഇങ്ങനെ പറയും. നമുക്ക് തിരിച്ചു പറയാൻ ഹൈന്ദവ ധർമ്മത്തെ കുറിച്ച് നമുക്ക് അറിയാമോ? ഇല്ല. ഹിന്ദുവാണോ? ആണ്. അമ്പലത്തിൽ പോകാറുണ്ട്, പൊട്ട് കുത്താറുണ്ട്, കുളിപ്പിന്നലി പിന്നിട്ട് പോയി തൊഴുതു നിൽക്കാറുണ്ട്, അത്രേ ഉള്ളൂ. എന്താ നിങ്ങളുടെ ദേവികൾക്കൊക്കെ ഈ രൂപത്തിൽ ആയുധങ്ങൾ? എന്താ നിങ്ങൾക്ക് ഇത്രയധികം ഈശ്വരന്മാർ? ഏത് ഈശ്വരനോടാ നിങ്ങൾ പ്രാർത്ഥിക്കുക? നിങ്ങളുടെ ഈശ്വരനൊക്കെ ജനിച്ചതും മരിച്ചതുമായിട്ടുള്ള ദിവസങ്ങളുണ്ടോ എന്നൊക്കെ ചോദ്യത്തിന് ഉത്തരങ്ങളില്ല. അവർക്ക് ഉത്തരങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഏകനായിട്ടുള്ള പടച്ചോനേ ഉള്ളൂ, ഞങ്ങളുടെ പടച്ചോന് രൂപമില്ല, പടച്ചോൻ ഞങ്ങളെ കാണും, ഞങ്ങൾ പടച്ചോനെ കാണത്തില്ല. അവര് കൃത്യമായി പറയും. കാരണം 3 വയസ്സ് മുതൽ 3-3.5 വയസ്സ് മുതൽ അവർ മദ്രസകളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങൾ ഇതാണെന്നുണ്ട് അവർക്കറിയാം. അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പെൺചിലന്തികൾ അബൂബക്കർമാർ വാപ്പമാരായും സൈനബമാർ ഉമ്മയുമായി വരും. അഖിലമാർക്ക് മാതാവ് സുഖമില്ലെങ്കിൽ ഒന്ന് കാണാൻ പോകാൻ പോലും ആളിൽ. ആദ്യത്തവൻ ഒഴിവാക്കിയാൽ രണ്ടാമത്തവൻ ഒഴിവാക്കിയാൽ മൂന്നാമത്തെ ഭർത്താവ് റെഡിമെയ്ഡ് ആയിട്ട് വന്ന് നിൽക്കും. ഒന്നിനും പഞ്ഞമില്ല. ആങ്ങളമാർ റെഡിമെയ്ഡ് ആങ്ങളമാർ, ഫാസ്റ്റ് ഫുഡ് പോലെയാണ്. അപ്പോ ആളുകൾ മനസ്സിലാക്കി, ആഹാ ഇങ്ങനെ കുറെ പേര് കേരളത്തിൽ നിന്നും പോയിട്ടുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയത് കേരളത്തിൽ നിന്നാണ് എന്നവര് മനസ്സിലാക്കി. അവരെന്തിനെയാണോ ലോകം അറിയരുത് എന്ന് ചിന്തിച്ചത് അത് ലോകം ചർച്ച ചെയ്തു. 1921 എന്ന ഒരു സിനിമയും, പുഴ മുതൽ പുഴ വരെ എന്ന് അലി അക്ബർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയും, വാരിയം കുന്നൻ എന്ന് നമ്മുടെ രായപ്പണ്ണൻ അഭിനയിക്കുന്ന ഒരു സിനിമയും വരുമെന്ന് പറഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മലബാറിലെ കൂട്ട ഹിന്ദു വംശഹത്യ, ലക്ഷണമൊത്ത വർഗീയ കലാപം എന്തായിരുന്നു എന്ന് കേരളം ചർച്ച ചെയ്തു. ഇവരെന്തിനാ അത് ചെയ്തത്? അറിയാതിരിക്കാനാ? ദി കാശ്മീർ ഫയൽസ് വന്നു.
എന്താണ് കാശ്മീരിൽ നടന്നത്? ഹിന്ദു പണ്ഡിറ്റുകൾ എന്തിനാണ് ഓടി രക്ഷപ്പെട്ടത്? അവരെ ചതിച്ച അയൽക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവര് അത് സിനിമ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. സിനിമ കളിച്ചു, വിജയിച്ചു. ഇപ്പോൾ ദുരന്തർ. മഹാരാഷ്ട്ര കലാപത്തെ കുറിച്ച് പറയാം. ആ സിനിമ കാണരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വിഭാഗം ആളുകൾ. എന്ത് സംഭവിക്കും ഇതൊക്കെ കൊണ്ട്? ഇത്തരം വിവാദങ്ങൾ കൊണ്ട് ജനങ്ങൾ മാറി ചിന്തിക്കും. ആടുമേക്കൽ, എന്തിനാണ് ആടുമേക്കുന്നത്? വള്ളി വിക്കറിട്ടിട്ട് പ്രവാചകൻ ആടുമേച്ചിട്ടുണ്ട്. മാറി മാറി വന്ന ഇടതു വലത് സർക്കാരിലെ ഉന്നതന്മാര് വരെ ഈ ആടുമേക്കലിനെതിരെ രംഗത്ത് വന്നോ? ഭയന്നു എതിര് പറയാൻ. എന്താ കാരണം? ഒരു കുഞ്ഞാലിക്കുട്ടിയും വന്നില്ല ആടുമേക്കലിനെയും നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനെയും ഒക്കെ അപലപിക്കാൻ. സിനിമ ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ അവർ ഡേറ്റാസ് തപ്പി. ജിഹാദികൾക്ക് എണ്ണയിട്ട് കൂടെ നിൽക്കുന്ന, അതാ നമ്മളിപ്പോ കണ്ടില്ല 2 സ്ഥാനാർത്ഥികളെ, ഇതുപോലെയുള്ള കുറച്ച് ഹിന്ദുവരും ക്രൈസ്തവരുമുണ്ട്. അവർക്ക് അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയുമെന്ന് പറഞ്ഞില്ലേ, പിന്നീട് മനസ്സിലായിക്കോളും. സുന്നത്ത് ചെയ്യപ്പെട്ട കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കറിയാം. കേരളത്തിന്റെ മുഴുവൻ ലിംഗവും ഛേദിക്കുന്നതിന് വേണ്ടി ഇവര് തയ്യാറാക്കി, ഇവര് കത്തിയും കൂർപ്പിച്ചു വരുമ്പോഴേക്ക് ഇവിടെ അധികാരത്തിലിരിക്കുന്നത് മുസ്ലിങ്ങളെ മൃദുവായി തടവുന്നവരായിരിക്കില്ല. ഇടതനും വലതനും അനിസ്പ്രേയുടെ പരസ്യം പോലെ കേരളത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെടും. സിനിമ റിലീസ് ആകുമോ ഇല്ലേ, അത് രണ്ടാമത്തെ കാര്യമാണ്. ജനങ്ങൾ